അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോടാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഉന്നയിച്ചത് ഇത്തരത്തിൽ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു നിലപാട് UDF എടുക്കുന്നുണ്ടല്ലോ, എങ്കിൽ അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്, പ്രക്ഷോഭത്തിന് എന്തുകൊണ്ട് UDFന് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് വളരെ കൃത്യമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല. അങ്ങേക്കൊന്ന് പ്രതികരിക്കാം. അല്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. അനിൽ ബോസ് പറഞ്ഞ മറുപടി നീലിമ കേട്ടില്ലേ? അനിൽ ബോസ് വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ സഭയ്ക്ക് അകത്തിരുന്നിട്ട് അതിനെ എതിർക്കും, ഞങ്ങൾ സഭയ്ക്ക് പുറത്തിരുന്നിട്ട് ഞങ്ങൾ എതിർക്കില്ല. എൻ്റെ പൊന്ന് അനിൽ ബോസെ, എനിക്ക് അനിൽ ബോസിനോട് രാഷ്ട്രീയ തർക്കമൊന്നും ഇന്നത്തെ ഈ ചർച്ചയിൽ പറയാനുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് സഭയ്ക്കകത്ത് ഇരുന്നിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ വീടിൻ്റെ കോൺഗ്രസ് ഓഫീസ്, ഇന്ദിരാഭവൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നിട്ട് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടോ സഭയ്ക്കകത്തിരുന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടോ എന്ത് കാര്യം? അവിടെ ആചാര ലംഘനം നടത്തിയ അയ്യപ്പൻ്റെ ക്ഷേത്രത്തെ അശുദ്ധമാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സഭയ്ക്കകത്തിരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? തെരുവിലിറങ്ങി ജനങ്ങളെ സംഘടിപ്പിച്ച് ജനകീയമായ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ ചുമതലയാണ് പ്രതിപക്ഷത്തിന്. അതുകൊണ്ടാണ് ആ പ്രതിപക്ഷത്തിൻ്റെ കർമ്മം ഞങ്ങൾ നിർവഹിച്ചത്. അത് രാഷ്ട്രീയ പ്രേരിതമായി അതൊരു സുവർണാവസരം. രാഷ്ട്രീയ പാർട്ടിക്ക് ഏതവസരവും ഒരു സുവർണാവസരമാണ് രാഷ്ട്രീയത്തിൽ. ആത്മീയ കേന്ദ്രത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ തൊടില്ല. അപ്പോൾ നിങ്ങൾ നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ആത്മീയ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തൊടില്ലെങ്കിൽ ഇതേ കരുണാകരൻ ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തല്ലേ നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായത്? ആ നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായത് എങ്ങനെയാണ്? നിലയ്ക്കൽ എന്ന് പറയുന്ന ശബരിമലയുടെ പൂങ്കാവനത്തിൽ നിലയ്ക്കൽ പ്രക്ഷോഭ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ പ്രക്ഷോഭം ഉണ്ടായത്? ആ പ്രക്ഷോഭത്തിൽ എന്ത് സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്? അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയരുത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ ഒരു പ്രവർത്തകനെ തല്ലി, നിങ്ങൾ സഭയ്ക്കകത്തിരുന്നിട്ട് ഞങ്ങൾ പോലീസ്, ഇന്നത്തെ പിണറായി വിജയൻ്റെ പോലീസ് നയത്തെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഭരണഘടനയെ മാനിക്കും. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നിയമസഭയ്ക്കിരുന്ന് പ്രതികരിക്കും. എന്നാൽ പിന്നെ നിയമസഭയിൽ പോയിരുന്ന് പ്രതികരിച്ചാൽ പോരെ? നിങ്ങളതിന് ബുധനാഴ്ച കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിങ്ങൾ പ്രതികരിച്ചത്. അപ്പം പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിൽ അനീതി കാണുമ്പോൾ ജനങ്ങളെ ആ അനീതിക്കെതിരെ അണിനിരത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവം. ആ പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തിൽ അനങ്ങാപ്പാറ സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്. നിങ്ങൾ അയ്യപ്പ ശബരിമലയിലെ അശുദ്ധിയുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ട വിശ്വാസികൾ തെരുവിലിറങ്ങിയപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു. നിങ്ങളൊരക്ഷരം പറഞ്ഞില്ല, നിങ്ങളൊരക്ഷരം ചെയ്തില്ല. വിശ്വാസികളെ തല്ലിച്ചതച്ചപ്പോൾ ആ കേസുകൾ പിൻവലിക്കണമെന്ന് നിങ്ങൾ നിയമസഭയ്ക്കകത്ത് പറഞ്ഞില്ല. പറഞ്ഞോ? നിയമസഭയ്ക്കകത്ത് ഈ കേസുകൾ പിൻവലിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ? ചോദിക്കുന്നതിന് മറുപടി പറ. വിശ്വാസികളാ, സംഘപരിവാറൊന്നുമല്ല. NSS, SNDP അടങ്ങുന്ന അയ്യപ്പ സേവാ സംഘം അടങ്ങുന്ന ഈ നാട്ടിലെ വിശ്വാസികൾ, ആ വിശ്വാസികൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ കോൺഗ്രസ് തയ്യാറായോ? കോൺഗ്രസ് തയ്യാറായില്ല. അനിൽ ബോസെ, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അനിൽ ബോസെ, ഞാൻ പറഞ്ഞോട്ടെ. അനിൽ ബോസെ, ഞാൻ മറുപടി പറയേണ്ട ഞാൻ പറഞ്ഞോ. ഞാൻ അല്ല, ആയിക്കോട്ടെ, അതൊക്കെ അവർ തീരുമാനിച്ചോളൂ. ഞാൻ പറയുമ്പോൾ ഇടയിൽ കയറില്ലേ പ്ലീസ്. ഞാനൊന്ന് തീർത്തോട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു മിനിറ്റ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ നിർത്താം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് വാസ്തവത്തിൽ കോൺഗ്രസിനോട് ചോദിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്. ശബരിമലയുടെ വികസനം തടസ്സപ്പെട്ടിട്ട് എത്ര കാലമായി? 15 വർഷം മുമ്പാണ് ശബരിമലയിൽ, 15 വർഷം മുമ്പ്, ഇന്നത്തെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ്, പിണറായി സർക്കാർ എന്നാ വന്നാൽ 16 9 വർഷമായി. 15 വർഷം മുമ്പ് ശബരിമലയുടെ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാ. എന്തെങ്കിലും ചെയ്തോ? എന്താ ചെയ്തത്? ഞാൻ ചോദിക്കട്ടപ്പാ, കാട്ടിൽ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്യാൻ ലോകം മുഴുവനുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വണ്ടി വാടക കൊടുത്ത് വിളിച്ചു കൊണ്ടുവരുന്ന കാറ്, അത് പാർക്ക് ചെയ്യാൻ കൊള്ള പൈസ എടുക്കാൻ, കാട്ടിലേക്ക്, ആ ശബരിമലയിലേക്ക് തീർത്ഥാടകർ വരുമ്പോൾ ആ തീർത്ഥാടകരുടെ നിന്ന് ഡബിളും ത്രിബിളും KSRTC വാങ്ങുക. ഇതൊക്കെ നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ജനം ചാനലിൻ്റെ ചർച്ചയിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, BJP അധികാരത്തിൽ വന്നാൽ പമ്പയിലേക്ക് KSRTCയിൽ സൗജന്യമായി കൊണ്ടുപോകും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പമ്പയിലെ തീർത്ഥാടകരുടെ കാറുകൾക്ക് സൗജന്യമായി പാർക്ക് ചെയ്യാൻ പറ്റും. കോൺഗ്രസിന് ഇത് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ ഈ രണ്ട് കാര്യം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ, നിങ്ങൾ ഇഷ്ടമാതിരി അധികാരത്തിൽ വന്നതല്ലേ,
അധികാരത്തിൽ വരാനുള്ള ഏറെ ചാൻസുകളൊക്കെ ഉള്ള ഒരു പാർട്ടിയാണല്ലോ കേരളത്തിൽ കോൺഗ്രസ്. നിങ്ങൾ വിശ്വാസികളോടുള്ള കൂറ് നിലനിർത്തണമെങ്കിൽ, വിശ്വാസി സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇവിടെ വെച്ച് പറയാൻ അനിൽ ബാസേ, ശബരിമലയിലേക്ക് 3 ഇരട്ടി പൈസ മേടിക്കൂല KSRTCയുടെ കയ്യിൽ നിന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്ന പോലെ സൗജന്യമായി കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല. 3 ഇരട്ടി മേടിക്കില്ല പറയുമോ നിങ്ങൾ? അവിടെ പാർക്ക് ചെയ്യുന്ന കാറുകൾ സൗജന്യമായി പാർക്ക് ചെയ്യണം. യുവമോർച്ച സമരം ചെയ്ത ഞാൻ പോയിട്ടുണ്ട് സമരത്തിന്. അത് സൗജന്യമായി പാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? വിശ്വാസികളുടെ 16,000 കേസാണ് കേരളത്തിലുള്ളത്. ആ 16,000 കേസ് പിൻവലിക്കാൻ നിയമസഭയിൽ ശക്തമായ വാദം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പിന്നെ നമ്മൾ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, വിശ്വാസികളുടെ പേര് പറഞ്ഞ് തക്കടതിരികട പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കോൺഗ്രസിനോട് വഴക്കുണ്ടാക്കാനോ കോൺഗ്രസ് പ്രതിനിധിയെ എതിർക്കാനോ അല്ല. ഒരൊറ്റ കാര്യം പറയുകയാണ്, ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്താണ്? നമ്മുടെ ഹസ്കർ പറഞ്ഞൊരു വരിയെ ഞാനൊന്ന് നോട്ട് ചെയ്തിട്ട് അതൊന്ന് പറഞ്ഞോട്ടെ. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. എൻ്റെ ഹസ്കറെ, നിങ്ങൾ വിശ്വാസം ഇല്ലാത്തവരാ. വിശ്വാസികളുടെ രാഷ്ട്രീയവൽക്കരണത്തെ കുറിച്ചൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താ? വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്, ശരിയാ. വിശ്വാസത്തെ വ്യവസായവൽക്കരിക്കരുത്, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.